ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിന്ന് നമ്മുടെ വാസോയിലുള്ള സാസ്കി പാർക്കിലോട്ട് ഒന്ന് പോവാണ് കേട്ടോ. സാസ്കി പാർക്ക് നമ്മുടെ വാസോയിലുള്ള ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള ഒരു പാർക്കാണ്. അപ്പം നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ അങ്ങനെ പോണ വഴി ഞാനും അച്ചായും പൊന്നും കൂടെയാണ് അവിടേക്ക് പോയത്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ വാസോയിൽ വിൻ്ററിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ പച്ചപ്പ് കാണുന്നത് വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ഒരു മുക്കിലും മൂലയ്ക്കൊക്കെയാണ് നമ്മളൊരു പച്ചപ്പ് കാണുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരു മരത്തിൽ നിറയെ കായകളുണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് എടുത്ത ഒരു ഭാഗമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ഇലയൊന്നുമില്ല, ഫുൾ കായകളുണ്ടായി നിൽക്കുകയാണ്. ഞാനും പൊന്നും അച്ചായും കൂടെയാണ് പോകുന്നത്. അച്ചായി എന്തിനു വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. അപ്പം ഞാനും പൊന്നും കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് സാസ്കി പാർക്കിലോട്ട്. അപ്പം നിരപ്പായ സ്ഥലമായതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നാണ് പോവുക, വണ്ടിയൊന്നും യൂസ് ചെയ്യാറില്ല. പൊന്നു ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ മടുത്തു എന്നും പറഞ്ഞ് അച്ചയുടെ തോളത്തേക്ക് വലിഞ്ഞു കയറുക. അതാണ് മെയിൻ കാരണം പൊന്നുവിന് സ്കേറ്റ് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാനായിട്ട്. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിലങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അതിലും പൊന്നും പോവുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ആടി തൂങ്ങി വീഡിയോ ഒക്കെ എടുത്ത് അച്ചായി വരട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയ വഴിക്ക് കണ്ട ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. വാസ്തോ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കത്തോലിക്ക പള്ളിയാണ് കാണുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വാസ്തോയിലെ പാലസ് ഓഫ് കൾച്ചർ. ആ പാലസ് ഓഫ് കൾച്ചറിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിക്കകത്ത് ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട്, നല്ല രസമാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പള്ളി ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റിയില്ല. നമ്മൾ ആ ഭാഗത്തേക്ക് പോവില്ല കേട്ടോ. ആരും തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതായിട്ട് കണ്ടുമില്ല. അപ്പം ഞങ്ങൾ കുറേ നേരം, ഒരുപാട് നേരം പള്ളിക്ക് മുമ്പിൽ ഇങ്ങനെ നോക്കി നിന്നു. നല്ല രസമല്ലേ കാണാനായിട്ട്. ആ ബാക്കിൽ കാണുന്നത് നമ്മുടെ പാലസ് ഓഫ് കൾച്ചറിൻ്റെ എൻഡ് ഭാഗം കേട്ടോ. അതും പള്ളി ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നത് സാസ്കി പാർക്കിൻ്റെ ഇപ്പുറത്തെത്തി. റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സാസ്കി പാർക്കായിട്ടോ. എല്ലാം വിൻ്റർ ആയതുകൊണ്ട് ഇലയൊന്നും ഇല്ലാതെ ഉണങ്ങി വരണ്ട പോലെ നിൽക്കുകയാണ്. പൊന്നൂന് അത് കണ്ടതേ ഒരു മടുപ്പ് തോന്നി തുടങ്ങി കേട്ടോ. കാരണം ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്നൂന് ഇന്നതാണ് സ്ഥലം എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പൊന്നു ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങി. പറ്റില്ല, മടുത്തു, പോകാം, കളിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പരാതികൾ പറയാൻ തുടങ്ങി. അപ്പോൾ സാരമില്ല, നമുക്ക് അകത്ത് പോയി കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവുക കേട്ടോ. അകത്തോട്ട് കുറച്ചധികം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. കുറച്ചധികം അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വരെ ചെല്ലണമല്ലോ, അതാണ് പൊന്നൂനൊരു മടുപ്പ്. അപ്പോൾ ഞങ്ങൾ കളിക്കാൻ കൂടെ അകത്ത് ചെന്നിട്ട് ഹൈഡ് കളിക്കാമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ഒരുപാട് ആളുകൾ, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാസ്കി പാർക്കിനകത്തേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഡോഗ്സ് ഉണ്ട് കേട്ടോ. മിക്ക ആളുകൾക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ ഡോഗ്സിനെയും കൊണ്ട് വരുന്നതായിട്ട് കാണാം. ഇത് കണ്ടോ, പൊന്നു ഇവിടെ വന്നപ്പോൾ അച്ചായിനെ കൂട്ടി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതാണ് കാണുന്നത്. രണ്ടുപേരും ഒരുപാട് നേരം കളിച്ചു കേട്ടോ. ഇടയ്ക്ക് വന്ന് പൊന്നു എൻ്റെ അടുത്ത് വന്ന് പരാതിയൊക്കെ പറഞ്ഞു, അച്ചായി കള്ളക്കളി കളിക്കുകയാണ്, ഒളിഞ്ഞു നോക്കുന്നുണ്ട്, ഒളിഞ്ഞു നോക്കാതെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പരാതിയൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നാലും കളിക്കാൻ കിട്ടിയ അവസരമല്ലേ മാക്സിമം എന്താ പറയുന്നത് വിനിയോഗിക്കാം എന്നുള്ള രീതിയിൽ പൊന്നു അച്ചായിനെയും കൂട്ടി കളിക്കുന്നതാണ് കാണുന്നത്. സമയം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇനിയും താമസിച്ച് ഇരുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ്. കാരണം അങ്ങ് ദൂരെ വരെ എത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുണ്ട്. വീഡിയോ എടുത്ത് ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ ഇരുട്ടായി പോകും, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ആളുകളിങ്ങനെ ഡോഗ്സിനെയും കൊണ്ട് വരുന്നതൊക്കെ കാണാം കേട്ടോ. അത് അങ്ങനെ അടുത്തെത്തുമ്പോൾ ചെറിയ പേടിയുണ്ട്. പക്ഷേ അതിങ്ങനെ നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മളും ഇങ്ങനെ ആകാംക്ഷയോടെ അതിനെ ഇങ്ങനെ നോക്കി നിൽക്കും. നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്നത്. സമ്മറിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് തൊട്ട് സമ്മർ സ്റ്റാർട്ട് ചെയ്യാനാണല്ലോ. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ വരാം. ആ ടൈമിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. രണ്ടുപേരും ഇപ്പോഴും കളിയൊന്നും നിർത്തിയിട്ടില്ല. ഇനി ഞാൻ മുന്നോട്ട് നടന്നു. ഇപ്പോൾ
ഇതുണ്ടോ? ഇവിടെന്ന് പറയുമ്പോ ഉണ്ടല്ലോ, ഇവിടുത്തെ പാരൻറ്റ്സ് കുട്ടികളെ കൊണ്ടൊക്കെ പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ കുട്ടികൾ ജസ്റ്റ് ഒന്ന് തട്ടിയൊക്കെ വീഴാൻ നോക്കുമ്പോൾ അവർ കുട്ടികളെ മൈൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ ഓടിച്ചെന്ന് എടുക്കുകയൊന്നും ചെയ്യത്തില്ല. കുട്ടി തന്നെ എണീറ്റ് വരട്ടെ എന്നുള്ള രീതിയിൽ പാരൻറ്റ്സ് നിൽക്കും കേട്ടോ. പക്ഷെ നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചാ. കുട്ടി ഒന്ന് തട്ടി വീഴാൻ പോയിട്ടുണ്ടോ, അയ്യോ കൊച്ചു വീണേ എന്നുള്ള രീതിയിൽ നമ്മൾ ഓടി ചെന്ന് എടുക്കും. പക്ഷേ ഇവിടെ നേരെ തിരിച്ച്. അതൊരു നല്ല രീതിയാട്ടോ. കാരണം നമ്മൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ പിടിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നല്ലൊരു കാര്യമായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പാർക്കിൽ നല്ല തിരക്കുണ്ട്. എല്ലാ പാരൻസും അവരുടെ കുട്ടികളെയും കൊണ്ട് വന്ന് ഇങ്ങനെ പാർക്കിൽ കളിക്കുന്നുണ്ട്. അപ്പം പൊന്നു ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ പുറകെ. ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പുറകോട്ട് നടക്കുകയാണ്. പോളണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഒരുപാട് യുദ്ധങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ ശേഷം എന്താ പറയുന്നത് രൂപപ്പെട്ട് വന്ന ഒരു രാജ്യമാണല്ലോ പോളണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളെ അവരുടെ ഒരു എന്താ ഒരു ഒരുപാട് മെമ്മോറിയൽസ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോയാലായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ പോളണ്ടിൽ വാസോയിലായാലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലായാലും ഒരുപാട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ ഒരുപാട് നാശനഷ്ടം സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കാണുന്ന സ്ഥലം. ഇപ്പം അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ അത് പറയട്ടെ എന്താ സംഭവം എന്ന്. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് വെള്ളമൊന്നും ഇല്ലാത്തത്. സമ്മറിൽ വരുമ്പോൾ ഇവിടെ ഫുൾ ടൈം വെള്ളമൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ മെയിൻ്റെനൻസ്, നമ്മൾ ഇത്രയും ദൂരം ഇവിടെ വരെ നടന്നു വന്നു, ഒരു പേപ്പറോ ഒരു കടലാസോ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അത് നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിൽ നമുക്കൊരു പേപ്പറോ ഒരു കടലാസോ അങ്ങനെ നമുക്ക് അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാനായിട്ട് പറ്റില്ല. അതൊക്കെ ഇടാനായിട്ടുള്ള പ്രോപ്പർ പ്ലേസുകൾ അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ പേപ്പറോ കടലാസുകൾ അങ്ങനെയുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഗാർഡനൊക്കെ ആയാലും നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് ടൂറിസ്റ്റ് ഗൈഡുകൾ അവർക്ക് ക്ലാസ് എടുക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ സാറ്റർഡേ ഈ ഒരു ടൈം ഈവനിങ് ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ആളുകളെ അധികം കാണുന്നില്ല കേട്ടോ. അല്ലാതെ സാധാരണ ആൾക്കാർ ഡെയിലി വന്ന് പോകുന്ന പോലെ വന്ന് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെല്ലുന്നത് നമ്മുടെ പോളണ്ടിൻ്റെ ഇവിടെ സാസ്കി പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ടോംബ് ഓഫ് ദി അൺനോൺ സോൾജിയർ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പോളണ്ടിൻ്റെ ദേശീയ സ്മാരകങ്ങളിലൊന്നാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എപ്പോഴും ഈ സ്മാരകത്തിന് മുമ്പിൽ ഈ കാണുന്ന കണ്ടോ, ഈ രണ്ട് തീജ്വാലകൾ, നിറഞ്ഞ ജ്വാലകൾ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുക. അത് എപ്പോഴും അത് ഫുൾ ടൈം 24/7 എന്നുള്ള രീതിയിൽ ഫുൾ ടൈം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. പിന്നെ ആ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകൾ, പട്ടാളക്കാരുണ്ടല്ലോ, അതൊരു പർട്ടിക്കുലർ ടൈം കൂടുമ്പോൾ ആ പട്ടാളക്കാർ മാറിക്കൊണ്ട് നിൽക്കും. അത് ആ പട്ടാളക്കാരുടേതായ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ തന്നെ അവർ അവരുടെ ആ ഓഫീസിലേക്ക് പോകും. പോകുന്നതല്ല, ആ ഓഫീസിൽ നിന്ന് 2 പട്ടാളക്കാരെ കൊണ്ട് അവരുടെ ഒരു ഹെഡ് അവിടുന്ന് ഇവിടേക്ക് വരും. എന്നിട്ട് ഇവിടെ വന്ന് അവരെ ആക്കിയിട്ട് ഇവിടെ നിൽക്കുന്ന അവരെ കൊണ്ട് തിരിച്ച് ആ ഹെഡ് പോകും. അങ്ങനെയാണ് കേട്ടോ. ഒരു പർട്ടിക്കുലർ 1 hour ആണോ 2 hour ആണോ എന്നറിയില്ല, ഇവരിങ്ങനെ തന്നെ ഇവിടെ ഈ സ്മാരകത്തിന് മുമ്പിൽ നിൽക്കും കേട്ടോ. ഈ നിറഞ്ഞ ജ്വാല 24/7 എന്നുള്ള രീതിയിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കും. ഇത് നമ്മുടെ ആ രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ മരിച്ച ആ ഒരു സൈനികരുടെ ത്യാഗത്തിൻ്റെ ആദരവ് ആയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് നമുക്ക് ഇതാ കാണുന്നുണ്ട് 2 ബിൽഡിങ്ങുകൾ. അതാണ് ഈ പട്ടാളക്കാരുടെ എന്തോ ഹെഡ് ഓഫീസുകളൊക്കെയാണ് കാണുന്നത്. അവിടെ നിന്നാണ് ഈ 2 പട്ടാളക്കാരെ കൊണ്ട് അവരുടെ ഓഫീസർ ഇവിടേക്ക് വരുന്നതും അവരെ ഇവിടെ ആക്കിയിട്ട് ഇവിടെ നിൽക്കുന്ന പട്ടാളക്കാരെ കൊണ്ട് അവിടേക്ക് തിരിച്ചു പോകുന്നത്. അത് ഇന്ന് നമ്മൾ കണ്ടില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ അവരുടെ പട്ടാളക്കാർ തോക്കൊക്കെ പിടിച്ചിട്ട് നടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിക്ക് വരും, തിരിച്ചു കൊണ്ടുപോകും.
ഈ ഇത് കണ്ടോ? ഈ കാണുന്നത് കണ്ടോ? നമ്മൾ ഈ കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളും അതിനുശേഷം പോളണ്ട് റീകൺസ്ട്രക്റ്റ് ചെയ്തെടുത്ത കെട്ടിടങ്ങളുടെയും പിക്ചറുകളാട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം നമ്മുടെ സാസ്കി പാലസാണ് ഈ കാണപ്പെടുന്നത്. അവിടെ ചെറിയൊരു ഹോളേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടെ എടുത്തൊരു സെക്ഷനാണ് ഈ കാണുന്നത്. ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നശിച്ചു പോയ സാസ്കി പാലസാണ് കണ്ടത്. അത് 2021 റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഇവർ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ നമ്മൾ കണ്ടത്. മുമ്പോട്ട് പോകുന്തോറും ആ ഒരു സെക്ഷൻ ഇങ്ങനെ ഒരു സംഭവങ്ങൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇതൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് ഈ പിക്ചറുകളിൽ കാണുന്നത്. ഈ ഒരു അകത്തുള്ള പാലസ് ഉണ്ടല്ലോ, ആ പാലസ് അവിടെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന അവിടുന്ന് കിട്ടിയ എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള സാധനങ്ങളൊക്കെയാണ് അവരിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ വല്ലാത്തൊരു മൂകത ഫീൽ ചെയ്യും, വല്ലാത്തൊരു നിശബ്ദത ഫീൽ ചെയ്യും കേട്ടോ. ആദ്യം വന്നപ്പോൾ ഇതെന്താ സംഭവം എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം എന്തോ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിച്ചപ്പോൾ അച്ചായിനെ വഴക്ക് പറയുകയൊക്കെ ചെയ്തു. ഇവിടെ വന്ന് അങ്ങനെ ചിരിക്കാനൊന്നും പാടില്ല, ഇതങ്ങനെ ഒരു പ്ലേസാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് അവർ പോളിഷിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ അവർ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുത്തതും എന്നാണ് അവർ അതിനുള്ള പെർമിഷൻ കിട്ടിയത്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് മാത്രമല്ല, തൊട്ടങ്ങോട്ട് പോകുന്തോറും അതായത് ആ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ കെട്ടിടങ്ങളുടെ പിക്ചറും അതിനുശേഷം അവർ റീകൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇപ്പോൾ ആ ബിൽഡിംഗ് ഇരിക്കുന്നത് എന്നുള്ള പിക്ചറും മുമ്പോട്ട് പോകുന്തോറും അവർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആ ഒരു ടൈമിലുണ്ടായിരുന്ന ബിൽഡിങ്, ഇത് അതിന് ശേഷം അവർ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുത്ത ബിൽഡിങ് കണ്ടോ. ഇതും അങ്ങനെ തന്നെ ആ ടൈമിൽ എങ്ങനെയായിരുന്നു ഇരുന്നത്, തൊട്ടപ്പുറത്ത് ഇപ്പോൾ അതെങ്ങനെയാണോ ഇരിക്കുന്നത് എന്നുള്ളതാണ് ആ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും പിക്ചേഴ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും കുറേ ഉണ്ട്. അത് ഫുള്ള് ഇതിൻ്റെ അപ്പുറത്തെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ സാസ്കി പാലസിൻ്റെ ആ ഒരു 2021 അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ആൾക്കാർക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇതാണ് അവിടെ നിന്നിട്ടുള്ള വ്യൂ. ഇത് കണ്ടോ, ആ ഒരു കുരിശ് കാണുന്നുണ്ട്, ആ കുരിശിൻ്റെ അപ്പുറത്തോട്ട് ഓൾഡ് ടൗൺ ഒക്കെ കേട്ടോ. ഇത് പോളണ്ടിൻ്റെ ഫ്ലാഗാണ് കാണുന്നത്. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് സമയം ഇരുട്ടി തുടങ്ങുക, രാത്രിയായി, തണുപ്പ് കൂടി വരുന്നു. അപ്പോൾ പോകാമെന്നൊക്കെ അച്ചായി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ടോംബ് ഓഫ് ദി അൺനോൺ സോൾജിയർ, ആ സ്മാരകത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ.